പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എല്ലാ ദിവസവും നമസ്കാരത്തിന് ശേഷം 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതാറുണ്ടല്ലേ. എന്നാൽ അസ്ർ നമസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും അസ്ർ നമസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ, ഈ ആയത്തുൽ കുർസിക്ക് മഹാന്മാർ പറയുന്ന പേര് സയ്യിദുൽ ആയ എന്നാണ്. സയ്യിദുൽ ആയ, ആയത്തുകളുടെ നേതാവെന്നാണ്. അപ്പോൾ സയ്യിദുൽ ആയത്താകുന്ന ആയത്തുൽ കുർസി അസ്ർ നമസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 10 അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ആരും അത് നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ, എങ്ങനെയാണ് അത് ഓതേണ്ടത്, വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂട്ടത്തിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മക്കളെ പ്രത്യേകം നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം വരെ കാണാനും ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാൻ സലാമത്തുള്ള നല്ല മരണം അല്ലാഹു തആല പ്രധാനിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. അല്ലാഹു എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. പുതിയ ഒരു മാസം നമ്മളിലേക്ക് വരികയാണ്. ഷവ്വാൽ മാസം വിട പറഞ്ഞ് ദുൽഖഅദ മാസം നമ്മളിലേക്ക് വരുന്ന ഈ സുന്ദരമായ സമയത്തൊക്കെ അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മളെല്ലാവരും സുബഹി നിസ്കരിച്ചവരാണല്ലേ. സുബഹി നിസ്കരിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരും സുബഹി നിസ്കരിച്ചവരാണ്. സുബഹി പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ച ഒരുപാട് സഹോദരന്മാരുണ്ട്. പോകാൻ പറ്റിയില്ല, വീട്ടിൽ തന്നെ നിസ്കരിച്ചവരുണ്ട്. വീട്ടിൽ തന്നെ ഭാര്യയുമായിട്ട് ജമാഅത്തായി സുബഹി നിസ്കരിച്ചവരുണ്ടാവാം. അതുപോലെ തന്നെ ഉമ്മമാർ വീട്ടിൽ തന്നെ നിസ്കരിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സുബഹി നമസ്കാരം, ആ സുബഹി നമസ്കാരത്തിൻ്റെ നേട്ടങ്ങൾ, ഓരോ നമസ്കാരത്തിനും വ്യത്യസ്തമായ നേട്ടമുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസായി മഹാന്മാർ പരിചയപ്പെടുത്തുന്നു, മൻ സ്വല്ല സ്വലാത്തൽ ഫജ്രി ഫിൽ ജമാഅ, ജമാഅത്തായിട്ട് സുബഹി നമസ്കാരം നിസ്കരിച്ചാൽ ഫകഅന്നമാ ആദമ അലൈഹിസ്സലാം 20 ഹജ്ജ യാ റബ്ബ്, ആദം നബിയോടൊപ്പം 20 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് സുബഹി നമസ്കാരം ജമാഅത്തായി കൃത്യമായി നിസ്കരിച്ച ഒരാൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്. ഹജ്ജ് മാസമല്ലേ, ഹജ്ജ് മാസം നമ്മളിലേക്ക് വരികയാണ് അല്ലെ. ദുൽഖഅദ കഴിഞ്ഞാൽ പിന്നെ ദുൽഹിജ്ജയാണ്. ഹജ്ജിന്റെ സുന്ദരമായ ആരംഭങ്ങളുള്ള മാസമാണ് ദുൽഖഅദ മാസം, പിന്നെ ദുൽഹിജ്ജ മാസമൊക്കെ. അപ്പോൾ ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജ് ചെയ്തതുപോലത്തെ പ്രതിഫലം, അതും ആദം നബിയോടൊപ്പം ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടാൻ ഏത് സുബഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കണം. പിന്നെ കാണാം ഇങ്ങനെ, മൻ സ്വല്ലാ സ്വലാത്തൽ ളുഹ്രി ഫിൽ ജമാഅ ഫകഅന്നമാ ഇബ്രാഹിം അലൈഹിസ്സലാം 40 ഹജ്ജ, 40 ഹജ്ജ് ഇബ്രാഹിം നബിയോടൊപ്പം ചെയ്ത പ്രതിഫലം കിട്ടും. ളുഹർ നമസ്കാരം ജമാഅത്തോടുകൂടി നിസ്കരിച്ചാൽ, അസർ നിസ്കാരം ജമാഅത്തോടുകൂടി നിസ്കരിച്ചാൽ മൂസാ നബിയോടൊപ്പം 60 ഹജ്ജ് ചെയ്ത പ്രതിഫലം. മഗ്രിബ് നമസ്കാരം ജമാഅത്തോടുകൂടി നമസ്കരിച്ചാൽ ഈസാ നബിയോടൊപ്പം 80 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. അതുപോലെ ഇശാ നമസ്കാരം ജമാഅത്തോടുകൂടി നിസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് എന്നൊക്കെ ഈ പണ്ട് മദ്രസയിലും അതുപോലെ തന്നെ ദർസിലൊക്കെ പഠിപ്പിക്കുന്നൊരു കിതാബുണ്ട്. 10 കിതാബ് എന്ന് പറയും, 10 കിതാബ്. അതിൽ കാണുന്ന ഒരു ഹദീസ് പോലത്തെ വാചകമാണിത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അങ്ങനെ നമ്മളൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് അങ്ങനെ ജമാഅത്തായൊക്കെ. അല്ലാഹു അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 5 വഖത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം ഏതാണ് എന്നതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഏറ്റവും കൂടുതൽ മഹാന്മാർ പറയുന്നു സുബഹി നമസ്കാരമാണ്. അല്ല, സുബഹി അല്ല, അസർ നിസ്കാരമാണ്. അസർ നിസ്കാരം പലരും ഒഴിവാക്കി കളയുന്ന നിസ്കാരമാണ്. ചിലപ്പോൾ മൈൻഡ് ചെയ്യാത്ത ഒരു നിസ്കാരമായി അസർ നിസ്കാരം മാറാറുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അസർ നിസ്കാരത്തിന് ഭയങ്കര ശ്രേഷ്ഠതയാണ്. അസർ നമസ്കാരം സ്വലാത്തുൽ വുസ്ത എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സ്വലാത്തുൽ വുസ്ത. ഇവിടെ മഹാന്മാർ പറയുന്നു, ഇപ്പോൾ ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ. അപ്പോൾ ഈ പുതിയ മാസത്തിൽ പുതിയൊരു ശീലം നമുക്ക് തുടങ്ങണം. എന്താണ്? ഇന്ന് മുതൽ, ഒന്നുകിൽ ഇന്ന് അസർ നമസ്കാരം മുതൽ, വേണ്ട നാളെ അസർ നിസ്കാരം മുതൽ, വേണ്ട മറ്റന്നാൾ അസർ നിസ്കാരം, മറ്റന്നാൾ അസർ നിസ്കാരത്തിന് ശേഷം മുതൽ ഇൻഷാ അല്ലാഹ് പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ,
ഇനി വീട്ടിലാണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ജോലി തിരക്കുണ്ട്, അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന ആ സമയത്താണെങ്കിലും കുഴപ്പമില്ല. മഹാന്മാര് പറയുന്നു ഫൽ യഖ്റ ആയത്തുൽ കുർസി 10 മറാത്ത്. ഒരാൾ അസർ നമസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു രൂപം പറയുന്നത് നിസ്കാരപ്പായിൽ തന്നെ ഇരുന്നിട്ട് ഖിബിലക്ക് മുന്നിട്ടിരുന്നിട്ട് ഒരാൾ ഓതുകയാണ്. 10 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയാൽ അല്ലാഹുവേ അവനിക്ക് 10 നേട്ടങ്ങളാണ് പടച്ചവൻ കൊടുക്കുന്നത്. ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട്. ഒരു മനുഷ്യൻ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്നത് പതിവാക്കിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ വേറെ ഒരു മറയും ഉണ്ടാവില്ല. അതായത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ സ്വർഗത്തിലേക്കാണ്. നമ്മളൊക്കെ ഓതാറുണ്ട്, ഉമ്മ ആയത്തുൽ കുർസി നല്ല രൂപത്തിൽ ഓതണേ, നിസ്കാരം കഴിഞ്ഞാൽ ആയത്തുൽ കുർസി ഓതി നെഞ്ചത്ത് ഊതണേ, അത് വലിയൊരു കാവലാൻ, വലിയ ഒരു ഖൈറിന്റെ അമലാൻ. അസർ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഇനി പറയുന്ന രൂപത്തിൽ ഓതിയാൽ 10 പ്രത്യേകതകളാണ്, 10 നേട്ടങ്ങളാണ്, 10 മഹത്വങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളത്. മഹാന്മാര് പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തേത്, അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ആണാവട്ടെ പെണ്ണാവട്ടെ കിബിലക്ക് മുന്നിട്ട് അവിടെ തന്നെ ഇരിക്കുക, എന്നിട്ട് തോതുക. ആ വുളു ഉണ്ടാവില്ല, ആ വുളുവോട് കൂടി കിബിലക്ക് മുന്നിട്ട് തന്നെ ഇരുന്നിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് 10 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക. ഇനി എന്തെങ്കിലും ഭയങ്കര അത്യാവശ്യമാണ് എങ്കിൽ നമുക്ക് ആ പോകുന്ന സമയത്ത് തന്നെ പോകുന്ന ആ വഴിയിൽ നമുക്ക് ഓതിയാലും മതിയാകുന്നതാണ് എന്നൊരു ഇളവും മഹാന്മാര് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ നേട്ടം എന്ന് പറഞ്ഞാൽ തൗബത്തൻ ഖബ്ലൽ മമാത്ത്, നമ്മുടെ മരണത്തിന് മുമ്പ് തൗബ ചെയ്യാനുള്ള അവസരം അല്ലാഹു തരുന്നതാണ്. അതായത് നമ്മുടെ മരണം അല്ലാഹു ഖൈറാക്കി തരും. ചിലപ്പോൾ നിസ്കാരത്തിലായിരിക്കാം നമ്മുടെ മരണം, അല്ലെങ്കിൽ നോമ്പുകാരനായിട്ടാവാം, ഹജ്ജിന്റെ ഇടയിലാവാം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാവാം. അപ്പോൾ നല്ല മരണം, അതായത് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എല്ലാവരോടൊക്കെ പൊരുത്തം ചോദിക്കാനുള്ള ഒരു തോന്നലുണ്ടാകുന്നു. പിന്നെ എല്ലാ ഇടപാടുകളൊക്കെ ഒന്ന് തീർത്ത് എല്ലാം റാഹത്തായി ഒരു മനസ്സൊരു എന്താ പറയുക സമാധാനത്തിലാക്കിയിട്ട് മരിക്കാൻ പറ്റുന്ന അല്ലാതെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പിന്നെ ഭയങ്കര വെപ്രാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതിൻ്റെ ഇടയിൽ മരണപ്പെടുന്ന ഒരവസ്ഥയെല്ലാം മറിച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഒതുക്കി വെച്ച് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നല്ല മരണം നമുക്ക് കിട്ടും ഈ ആയത്തുൽ കുർസിയെ 10 പ്രാവശ്യം അസർ നമസ്കാരം കഴിഞ്ഞ് ഓതിയാൽ. രണ്ടാമത്തേത് ബറക്കത്തൻ ഫി റിസ്ഖ്, റിസ്ക്കിൽ ബറക്കത്തുണ്ടാകും. റിസ്ക് എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം മാത്രമല്ല, വെള്ളം മാത്രമല്ല, നമ്മുടെ വീട്, അതുപോലെ തന്നെ നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള വാഹനം, നമ്മുടെ കച്ചവട സ്ഥാപനം, ഇതെല്ലാം റിസ്ക്കിൽ പെടും. ആ റിസ്ക്കിൽ അല്ലാഹു ബറക്കത്ത് തരുന്നതാണ്. മൂന്നാമത്തേത് സലാമത്തുൻ ഫിൽ ബദൻ, ഒരു സമാധാനം ഉണ്ടാകും, രോഗങ്ങൾ കുറയുന്ന അവസ്ഥയുണ്ടാകും. ഇനി എന്തെങ്കിലും രോഗം വന്നാൽ അത് വേഗത്തിൽ മാറും. സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടാകും, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരില്ല. അങ്ങനെ ഒരു ഖൈറായ ഒരു ജീവിതം നമുക്കുണ്ടാകും. വമഹബ്ബത്തുൻ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകൾ, ആ മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സിൽ നമ്മളോട് സ്നേഹമുണ്ടാകും. കഅബ പൊളിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വിഷമമുള്ളത്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തത് ഏതെന്നറിയോ? ഒരു മുഅ്മിനായ മനുഷ്യനെ വിഷമിപ്പിക്കലാൽ. കഅബ പൊളിച്ചാൽ പോലും അല്ലാഹു തആല ഒരുപക്ഷെ ക്ഷമിക്കും, എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത് അത് അല്ലാഹുക്ക് ഭയങ്കരമായ ദേഷ്യമാണ്, അല്ലെ? ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, അള്ളാഹുവിന്റെ ഇരിപ്പിടം സിംഹാസനമാണ് ഏത് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം എന്ന് പോലും മഹാന്മാര് പറയുന്നുണ്ട്. പിന്നെയോ അഞ്ചാമത്തേത് യഖീനിൻ വലാ ശഖ്, എപ്പോഴും ഒരു ഉറപ്പുണ്ടാകും, അല്ലെ? ആത്മഹത്യയിലേക്ക് പോവൂല, യുക്തിവാദത്തിലേക്ക് പോവൂല, എപ്പോഴും ഒരു വസ്വാസ് ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാവില്ല. അള്ളാഹുവിലും റസൂലിലും ഇസ്ലാമിലും അടിയുറച്ചുള്ള ഒരു വിശ്വാസം ഉണ്ടാകുന്നതാണ്. പിന്നെയോ ആറാമത്തേത് ഖുറൂജുർ റൂഹി മഅശ്ശഹാദാ, മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലി മരിക്കാൻ പറ്റുമെന്നാണ്. മാത്രമല്ല ഒരു ശുഹദാഇന്റെ പ്രതിഫലം കിട്ടുന്ന നല്ല മരണം അല്ലാഹു നമുക്ക് തരുന്നതാണ്. അല്ലാഹുവേ പടച്ചവനെ നല്ല മരണം, എപ്പോഴാണ് മരിക്കാന്നറിയില്ല, റബ്ബേ പടച്ചവനെ മരിക്കുന്ന സമയത്ത് നല്ല മരണം തരണേ അല്ലാ, ഈമാനുള്ള മരണം, സലാമത്തുള്ള മരണം തരണേ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏഴാമത്തേത് യുവസ്സിഉഹുല്ലാഹു ഫീ ഖബ്രിഹി,
അല്ലാഹു തആല അവന്റെ ഖബറിൽ വിശാലത കൊടുക്കുന്നതാണ്. പിന്നെയോ യുഅ്തില്ലാഹു കിതാബഹു ബിയമീനിഹി, അല്ലാഹു തആല അവന്റെ കിതാബ് വലത് കൈയിൽ അവനിക്ക് മുൻഭാഗത്തിലൂടെ കൊടുക്കുന്നതാണ്. യമുറു അലസ്സിറാത്തി ത്വായിറാ, ഒരു പക്ഷിയെപ്പോലെ, വേഗത്തിൽ പറക്കുന്ന പക്ഷിയെപ്പോലെ ആ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ പറന്ന് അവനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നതാണ്. 10ാമത്തെ പ്രതിഫലം യദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാനുള്ള അവസരം അല്ലാഹു കൊടുക്കുന്നതാണ്. ആരെങ്കിലും അല്ലാഹു തആല വിചാരണ ചെയ്യുന്നുണ്ടോ, ഉറപ്പാണ് അവനെ അല്ലാഹു തആല ശിക്ഷിക്കുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വിചാരണയുണ്ടോ ശിക്ഷ ഉണ്ടാകും, കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പോൾ വിചാരണയില്ലാതെ ചില ആളുകളെ അല്ലാഹു തആല ഒട്ടും വിചാരണ ചെയ്യൂല, നേരെ സ്വർഗത്തിലേക്ക് വിടും. ചില ആളുകളെ അല്ലാഹു തആല വിളിക്കും, നിസ്കാരം ക്ലിയർ അല്ലേ, നോമ്പൊന്നും കുഴപ്പമില്ലല്ലോ, ലഘുവായിട്ടുള്ള വിചാരണ, അങ്ങനെയും രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒട്ടും വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഭാഗ്യവാന്മാർ, അവരിൽ അല്ലാഹു തആല ഈ എല്ലാ ദിവസവും അസർ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്നവരെ ഉൾപ്പെടുത്തുമെന്നാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലും ഈ ആയത്തുൽ കുർസി ഓതുന്നത് നിത്യമാക്കുക. ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. അല്ലാഹു തആല അതൊക്കെ കരസ്ഥമാക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പ്രയാസത്തിൽ കഴിയുന്നു, സങ്കടത്തിൽ കഴിയുന്നു, രോഗത്തിൽ കഴിയുന്നു. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കണം. നമ്മുടെ കാര്യം മാത്രമല്ല, അല്ലാഹുവേ എൻ്റെയും എന്നോട് ദുആ കൊണ്ട് വസിയ്യത്ത് പറഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പുകൾ, നമ്മുടെ ഈ ചാനലുകൾക്ക് താഴെ, ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആരക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല വേഗത്തിൽ സലാമത്താക്കി തരുമെന്നാണ്. നമ്മൾ മറ്റുള്ളവരെ കൂടി പരിഗണിക്കുമ്പോൾ അല്ലാഹു തആല നമ്മുടെ കാര്യം അത് റാഹത്താക്കി തരും. അത് മനസ്സിൽ വെക്കുക. നമ്മൾ സ്വന്തം കാര്യം മാത്രമല്ല, മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തുക. അതാണല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല, എല്ലാം കൂട്ടമായിട്ട് ചെയ്യേണ്ടതാണ്. നിസ്കാരം കൂട്ടമായിട്ടാണ്, അല്ലേ? ഹജ്ജ് ഒറ്റക്കല്ല, അത് ഒരുപാട് ആളുകൾ ഉണ്ടാകും, അല്ലേ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നമ്മൾ കഴിക്കേണ്ടതല്ല, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ കാര്യവും ഇസ്ലാമിൽ എല്ലാവരെയും ചേർത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ദുആ എന്തായാലും എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞിരിക്കണം. ഇത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഭയങ്കര അച്ചട്ടായ ഒരു ദുആയാണത്, ഭയങ്കര എഫക്റ്റീവായൊരു ദുആയാണത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അത് 100 നന്മകൾ നമുക്ക് കിട്ടുമെന്നാണ്. 100 നന്മകൾ ഓരോ ദിവസവും അല്ലാഹു തആല നമുക്ക് തരും ഈ ദുആ നമ്മൾ പതിവാക്കിയാൽ. അതെന്ത് നന്മയാണ്, ആഖിറത്തിലെ നന്മയാണോ ദുനിയാവിലെ നന്മയാണോ, അതൊക്കെ അല്ലാഹുക്ക് മാത്രം അറിയും. അപ്പോൾ ഈ ദുആയെ അധികരിപ്പിക്കുക, എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുക, ആരെയും വെറുപ്പിക്കുന്നൊരു സ്വഭാവം ഉണ്ടാവരുത്. നിസ്കാരങ്ങൾ കൃത്യമാക്കുക, നോമ്പ് ദിക്ർ ഔറാദുകളൊക്കെ കൃത്യമാക്കുക. അതുപോലെ തന്നെ നമ്മുടെ മക്കളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ വേനൽക്കാലമാണ്, ചൂട് കാലമാണ്. 11 മണി തൊട്ട് 3 മണി വരെയുള്ള വെയിൽ അത് നേരിട്ട് ഏൽക്കാതെ, കുറേ സമയം ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. യാത്ര പോകുന്നവരൊക്കെ പരമാവധി കാറിൽ പോകാൻ പറ്റുന്നവർ അങ്ങനെ പോവുക. ഇനി ബൈക്കിൽ പോകുന്നവരൊക്കെ ഹെൽമെറ്റ് ധരിക്കുക. അതുപോലെ തന്നെ ഈ സൺക്രീമുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കളെയൊന്നും പുറത്തേക്ക് ആ സമയത്ത് ഇറക്കരുത്. ചൂട് ഏറ്റാൽ ഭയങ്കരമായ പൊള്ളലും ഒരുപാട് സൂര്യതാപമേറ്റ് മരണം വരെ സംഭവിക്കുന്ന ഓരോ അവസ്ഥകളൊക്കെ ഇപ്പോൾ പല ജില്ലകളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ അപകടങ്ങളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമ്മൾ ഇന്ന് പഠിച്ച ആയത്തുൽ കുർസി അത് എല്ലാ ദിവസവും അസ്ർ നമസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം ഓതാനുള്ള മഹാസൗഭാഗ്യം, അതിനുള്ള മനസ്സ് തോന്നൽ അല്ലാഹു തആല നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.